Welcome all, I am Deshma, representing Department of Computer Application, Don Bosco College, Kottayam. And we are on the third lecture of the paper Statistics for Business Decisions. And today we are continuing with the same topic, that is the basic definitions of statistics. അപ്പോൾ നമ്മൾ ലാസ്റ്റ് ക്ലാസ് നമ്മൾ പറഞ്ഞു നിർത്തിയ ആ ടോപ്പിക്കിൻ്റെ കണ്ടിന്യൂഷൻ എന്നും പറയുന്നത് സ്റ്റാറ്റിസ്റ്റിക്സിനകത്തെ കുറച്ച് ബേസിക് ഡെഫിനേഷൻസിനെ പറ്റിയാണ് ഞാൻ ഈ സെഷൻ ഡീൽ ചെയ്യാനായിട്ട് പോകുന്നത്. ആൻഡ് ഇന്നത്തെ സെഷൻ നമ്മൾ ഡീൽ ചെയ്യുന്ന ബേസിക് ഡെഫിനേഷൻസ് എന്ന് പറയുന്നത് അബൌട്ട് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ, ക്ലാസ് ലിമിറ്റ്സ്, ക്ലാസ് ഫ്രീക്വൻസി, ക്ലാസ് ഇൻ്റർവൽ, ക്ലാസ് മിഡ് പോയിന്റ് ഓർ ക്ലാസ് മാർക്ക് ആൻഡ് ക്യുമുലേറ്റീവ് സീരീസ്. സോ വാട്ട് ഈസ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ? ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിരുന്നു ഡിസ്ട്രിബ്യൂഷൻ, സീരീസ്, ടേബിൾ ഇവയ്ക്കെല്ലാം തന്നെ സ്റ്റാറ്റിസ്റ്റിക്സിൽ ഒറ്റ അർത്ഥമേ ഉള്ളൂ. എന്താണ് ടേബിൾ? ഒരു ടാബുലേറ്റഡ് ഫോമിലാണ്, ടാബുലേറ്റഡ് ഫോമിലുള്ള റെപ്രസെൻറ്റേഷൻ അഥവാ ടേബിളിനെ തന്നെ നമ്മൾ എന്ത് വിളിക്കുന്നത്? സീരീസ് അഥവാ ഡിസ്ട്രിബ്യൂഷൻ നമ്മൾ വിളിക്കുന്നത്. സോ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ എത്രയേ ഉള്ളൂ? ഫ്രീക്വൻസി എന്ന് പറയുന്ന കോളം ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു ഡിസ്ട്രിബ്യൂഷൻ അഥവാ ഫ്രീക്വൻസി റെപ്രസെൻറ്റേഷൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു ടേബിൾ അഥവാ ഡിസ്ട്രിബ്യൂഷൻ ഒന്ന് വിളിക്കുന്നത് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ എന്ന് വിളിക്കുന്നത്. ഓർ ഇറ്റ് ക്യാൻ ബി ഡിഫൈൻഡ് ആസ് ഇറ്റ് ഇസ് എൻ ഓർഡർലി അറേഞ്ച്മെന്റ് ഓഫ് ഡേറ്റ ക്ലാസിഫൈഡ് അക്കോർഡിംഗ് ടു ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ഒബ്സർവേഷൻ. അപ്പോൾ ഇറ്റ് ഇസ് എൻ ഓർഡർലി അറേഞ്ച്മെന്റ് ഓഫ് ഡേറ്റ. അത് ഡേറ്റയുടെ അറേഞ്ച്മെന്റ് സിമ്പിളായിട്ട് പറഞ്ഞ് നേരത്തെ പറഞ്ഞതേ ഉള്ളൂ. ഫ്രീക്വൻസി എന്ന് പറയുന്ന കോളം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു ടേബിൾ എന്ന് വിളിക്കുന്നത് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ വിളിക്കുന്നത്. അതായത് കുറച്ചുകൂടെ മോഡിഫൈഡ് നമ്മൾ ഡിഫൈൻ ചെയ്യണമെന്ന് നമുക്ക് എങ്ങനെ പറയാം? ആൻഡ് ഓർഡർലി അറേഞ്ച്മെന്റ് ഓഫ് ഡേറ്റ നമ്മൾ എന്താ അറേഞ്ച് ചെയ്യുന്നവ ക്ലാസിഫൈ ചെയ്യുന്നു. ക്ലാസിഫൈഡ് അക്കോർഡിംഗ് ടു ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ഒബ്സർവേഷൻ. ആ ഓരോ ഒബ്സർവേഷൻസും എത്ര തവണ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്, ആ റെപ്പറ്റീഷൻ്റെ മാഗ്നിറ്റ്യൂഡിൻ്റെ ബേസിസിലാണ് നമ്മൾ ആ ഡേറ്റയെ നമ്മൾ അറേഞ്ച് ചെയ്യുന്നതെങ്കിൽ, ക്ലാസിഫൈ ചെയ്യുന്നതെങ്കിൽ ആ തരത്തിലുള്ള ഡിസ്ട്രിബ്യൂഷൻ എന്ന് വിളിക്കുന്നത് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ എന്ന് വിളിക്കുന്നത്. സോ നമ്മൾ കണ്ടിന്യൂസ് ഡിസ്ട്രിബ്യൂഷൻ കണ്ടീഷണൽ ഡിസ്ട്രിബ്യൂഷൻ പഠിച്ചപ്പോൾ നമ്മൾ അതിനകത്ത് 3 ടൈപ്പ് കണ്ടീഷണൽ ഡിസ്ട്രിബ്യൂഷൻസ് നമ്മൾ പഠിച്ചു അല്ലേ? ഏതൊക്കെയായിരുന്നു? നമ്മളുടെ ഇൻഡിവിജ്വൽ ഡിസ്ട്രിബ്യൂഷൻ, ഇൻഡിവിജ്വൽ സീരീസ്, ഡിസ്ക്രീറ്റ് സീരീസ്, കണ്ടിന്യൂസ് സീരീസ് അല്ലേ? ഇതിനകത്ത് ഡിസ്ക്രീറ്റ് സീരീസിലും കണ്ടിന്യൂസ് സീരീസിലും നമുക്ക് എന്തിൻ്റെ പ്രസൻസ് ഉണ്ട്? ഫ്രീക്വൻസി എന്ന് പറയുന്നൊരു ടേമിൻ്റെ, അതായത് ഫ്രീക്വൻസി എന്ന എക്സ്ട്രാ കോളം ഹെഡിൻ്റെ പ്രസൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഡിസ്ക്രീറ്റ് സീരീസും കണ്ടിന്യൂസ് സീരീസും ഏത് ഫോർമാറ്റിലാണ്? ദേ ആർ ഓഫ് ദ ഫോർമാറ്റ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ. കണ്ടിന്യൂസ് സീരീസും ഡിസ്ക്രീറ്റ് സീരീസും എന്തിൻ്റെ എക്സാമ്പിൾസ് ആണ്? അപ്പോൾ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ്റെ എക്സാമ്പിൾസ് ആണ്. സോ നമ്മൾ എന്ത് പറഞ്ഞു? ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞു. ഡിസ്ക്രീറ്റ് സീരീസും കണ്ടിന്യൂസ് സീരീസും എന്താന്ന് പറഞ്ഞു? ഒരു 2 ഫോംസ് ഓഫ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയും. ഇനി നമ്മൾ കണ്ടിന്യൂസ് സീരീസിനെ പറ്റി കുറച്ചും കൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മളൊന്ന് വ്യൂ ചെയ്യാനായിട്ട് പോവാണ്. സോ എന്തായിരുന്നു കണ്ടിന്യൂസ് സീരീസ്? ഒരു സീരീസിനെ അല്ലെങ്കിൽ ഒരു ഡേറ്റയെ നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നു. എന്തിൻ്റെ ബേസിസിൽ? ഓൺ ദ ബേസിസ് ഓഫ് ക്ലാസസ് ആൻഡ് ഫ്രീക്വൻസി. ആ തന്നിരിക്കുന്ന ഡേറ്റയുടെ ലോവർ വാല്യൂവും അപ്പർ വാല്യൂവും തമ്മിലുള്ള ആ ഡിസ്റ്റൻസ്, ആ ലോവർ വാല്യൂൻ്റെ അപ്പർ വാല്യൂൻ്റെ ഇടയ്ക്കുള്ള എല്ലാ വാല്യൂസിനെയും കൂടെ ചേർത്ത് നമ്മൾ എന്ത് ചെയ്തു? കുറേ ക്ലാസസ് ആയിട്ട് മാറ്റിയതിന് ശേഷം ആ ഓരോ ക്ലാസ്സിനെയും എടുത്തെഴുതുകയും ആ ഓരോ ക്ലാസ്സിൻ്റെയും ഫ്രീക്വൻസി എടുത്തെഴുതുകയും ചെയ്താൽ ആ തരത്തിലുള്ള സീരീസ് നമ്മൾ വിളിക്കുന്നത് കണ്ടിന്യൂസ് സീരീസ് എന്ന് വിളിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, കുട്ടികളുള്ളൊരു ക്ലാസ്, 10 കുട്ടികളുള്ള ക്ലാസ്സിൽ ഞാനൊരു എക്സാം നടത്തി. ഔട്ട് ഓഫ് 25 ആ 10 കുട്ടികൾക്കും കിട്ടിയ മാർക്കാണ് ഞാൻ എഴുതിയിരിക്കുന്നത്. ഇത് ഓരോ കുട്ടികളുടെയും മാർക്ക്. ഓർഡർ ഒന്നുമില്ല, ഞാൻ റെപ്രസെന്റ് ചെയ്തിട്ടാണ് ഓരോ കുട്ടികളുടെയും മാർക്ക് എഴുതിയിരിക്കുന്നത്. 0, 25, 3, 16, 21, 2, 9, 12, 19 and 23. ഈ തന്നിരിക്കുന്ന മാർക്കിനെ എന്തെഴുതുന്നു? ഇങ്ങനെയാണ് റോ ഡേറ്റ ഞാൻ കളക്ട് ചെയ്ത ഡേറ്റയാണിത്.
ഈ ഡേറ്റ എന്ത് ചെയ്യാൻ പോകുന്നു? ആസ് എ കണ്ടിന്യൂസ് ഡിസ്ട്രിബ്യൂഷൻ എന്ത് ചെയ്യാൻ പോകുന്നു? ക്ലാസിഫൈ ചെയ്യാനായിട്ട് പോവാണ്. കണ്ടിന്യൂസ് സീരീസ് ആയിട്ട് ഞാൻ ക്ലാസിഫൈ ചെയ്യുമ്പോൾ എനിക്ക് ആ സീരീസിനകത്ത് 2 കോളംസ് ഉണ്ട്. ഫസ്റ്റ് കോളം ഹെഡ് ഈസ് ക്ലാസ് ആൻഡ് സെക്കൻഡ് കോളം ഹെഡ് ഈസ് ഫ്രീക്വൻസി. അപ്പോൾ 0 മുതൽ 25 വരെ എനിക്ക് എന്ത് ചെയ്യേണ്ടത്? ക്ലാസിഫൈ ചെയ്യേണ്ടത്. അതെനിക്ക് പല രീതിയിൽ ക്ലാസിഫൈ ചെയ്യാം. ഒന്നെങ്കിൽ 0 to 10, 0 to 10, 10 to 20, 20 to 30 അങ്ങനെ എടുക്കാം. അല്ലെങ്കിൽ 0 to 5, 5 to 10, 10 to 15 അങ്ങനെ എടുക്കാം. അപ്പം ഞാൻ എടുക്കാൻ പോകുന്ന എന്താ പറയുന്നത്, ഓരോ ക്ലാസ്സിൻ്റെയും ഓരോ ക്ലാസ്സിൻ്റെയും വിഡ്ത്ത് അഥവാ സൈസ് അതിനെ പറ്റി നമ്മൾ പറയുന്നുണ്ട്. അപ്പോൾ ആ ഓരോ ക്ലാസ് ഞാൻ എടുക്കുമ്പോൾ എങ്ങനെയാണെന്നുള്ളതിനെ പറ്റി ഞാൻ അടുത്തൊരു ഡെഫിനേഷൻ അത് പറയും. അത് നമ്മൾ പറയാൻ പോകുന്നത് ഇതിനെ പറ്റിയാണ്, ക്ലാസ് ലിമിറ്റിനെ പറ്റിയാണ്. അപ്പം ഞാൻ ആ ക്ലാസ്സിനെ ഡിവൈഡ് ചെയ്യുന്നത് ഇങ്ങനെയാണ്. 0 മുതൽ 25 വാല്യൂസിന് ഞാൻ 5 വീതം 5 വാല്യൂസ് വീതം ഓരോ ക്ലാസ്സിൽ ഇൻക്ലൂഡ് ചെയ്യാൻ ക്ലാസ്സസ് ഞാൻ ക്രിയേറ്റ് ചെയ്യുന്നതായിരിക്കും. അങ്ങനെയെങ്കിൽ 0 to 5ൻ്റെ ഫ്രീക്വൻസി ഞാൻ കാൽക്കുലേറ്റ് ചെയ്യും. 0 മുതൽ 5 വരെയുള്ള വാല്യൂസ് ഈ തന്നിട്ടുള്ള ഡേറ്റയ്ക്കകത്ത് ഉണ്ടാകുന്നത് എത്ര തവണയുണ്ട്? 1, 2, 3 അല്ലേ? അപ്പോൾ 0 to 5ൻ്റെ ഫ്രീക്വൻസി നമുക്ക് എത്ര എന്ന് പറയാം? 0 മുതൽ 5 വരെയുള്ള വാല്യൂസ് എത്ര തവണ വന്നിട്ടുണ്ട്? 1, 2, 3 3 വാല്യൂസ് ആ ക്ലാസ്സിനകത്ത് ഇൻക്ലൂഡ് ചെയ്യുന്നത്. Therefore the frequency is 3. Again, what about 5 to 10? 5 മുതൽ 10 വരെയുള്ള വാല്യൂസ് എത്ര വാല്യൂസേ ഉള്ളൂ? ഒരു വാല്യൂ ഉള്ളൂ, 9 മാത്രം അല്ലേ? That is the frequency is 1. Again, what about 10 to 15? 10 to 15 there is only one value, that is frequency is 1. What about 15 to 20? 15 to 20 there are 1, 2 values. Therefore the frequency is 2. What about 20 to 25? 20 to 25 there are 1, 2 and 3 values. Therefore frequency is 3. So എന്ത് ചെയ്തു? എനിക്ക് തന്നിട്ടുള്ള ഞാൻ കളക്ട് ചെയ്ത ഡേറ്റയെ ഒരു കണ്ടിന്യൂസ് സീരീസ് ആയിട്ട് ഞാൻ എഴുതി. ഈ സീരീസിനകത്ത് കണ്ടിന്യൂസ് സീരീസിനകത്ത് എഴുതുമ്പോൾ ഈ ഫ്രീക്വൻസി എന്ന് പറയുന്ന കോളത്തിൻ്റെ സം ഞാൻ എടുത്തുന്നിരിക്കട്ടെ. That is എത്ര? 3 plus 1 4 plus 1 5 plus 2 7 plus 3 that is 10. ഈ 10 ഈ ഫ്രീക്വൻസിയുടെ സം എന്തിനെ സൂചിപ്പിക്കും? എത്ര വാല്യൂസ് ആണ് ഇവിടെ തന്നിരിക്കുന്നത്? ടോട്ടൽ നമ്പർ ഓഫ് വാല്യൂസ് ആണ് എന്തുകൊണ്ട് സൂചിപ്പിക്കും? ഫ്രീക്വൻസിയുടെ സം കൊണ്ട് സൂചിപ്പിക്കും. സോ നമ്മൾ എന്താ പറയാൻ പോകുന്നത്? ക്ലാസ് ലിമിറ്റ്സ് എന്താണെന്ന് പറയാൻ പോകുന്നത് അല്ലേ? അപ്പോൾ ഒരു കണ്ടിന്യൂസ് സീരീസ് നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഈ കണ്ടിന്യൂസ് സീരീസിൻ്റെ ഓരോ ക്ലാസ്സിൻ്റെയും ലിമിറ്റുകൾ എന്ന് വിളിക്കുന്നത് ക്ലാസ് ലിമിറ്റ്സ് എന്ന് വിളിക്കുന്നത്. ലിമിറ്റ് ഓഫ് ഈച്ച് ക്ലാസിൻ്റെ കണ്ടിന്യൂസ് സീരീസ് ഈസ് കോൾഡ് ക്ലാസ് ലിമിറ്റ്സ്. ഫോർ എക്സാമ്പിൾ ഈ കണ്ടിന്യൂസ് സീരീസ് സംബന്ധിച്ച് ഇവിടുത്തെ ഫസ്റ്റ് ക്ലാസ് 0, 5. അപ്പോൾ അവിടുത്തെ ലോവസ്റ്റ് വാല്യൂ അല്ലെങ്കിൽ അവിടുത്തെ ആ ക്ലാസ്സിനകത്ത് ഇൻക്ലൂഡ് ചെയ്യുന്ന വാല്യൂസ് ഏറ്റവും കുറവ് എവിടെ വരെ വരാം? 0 വരെ വരാം. ഏറ്റവും കൂടുതൽ എവിടം വരെ വരാം? 5 വരെ വരാം. സോ ആ 0, 5 എന്ന് പറയുന്ന 2 ലിമിറ്റിനകത്താണ് എന്ത് നിൽക്കുന്നത്? ആ ക്ലാസ് നിൽക്കുന്നുണ്ട്. സോ ക്ലാസ് ലിമിറ്റ്സ് എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാണ്? 0ഉം 5. 0, 5 തന്നെ ക്ലാസ്സിനെ സംബന്ധിച്ചിടത്ത് ക്ലാസ് ലിമിറ്റ്സ് 0 and 5. അതിനകത്ത് ലോവർ വാല്യൂവിനെ നമ്മൾ ലോവർ ലിമിറ്റ് എന്നും ഹയസ്റ്റ് വാല്യൂവിനെ നമ്മൾ അപ്പർ ലിമിറ്റ് എന്നും വിളിക്കും. What about the class 5, 10? 5, 10 എന്ന ക്ലാസ്സിനെ സംബന്ധിച്ച് ഇവിടുത്തെ ക്ലാസ് ലിമിറ്റ്സ് 5ഉം 10ഉമാണ്. ലോവർ ലിമിറ്റ് ഈസ് 5 ആൻഡ് അപ്പർ ലിമിറ്റ് ഈസ് 10. What about the class 20, 25? For the class 20, 25, the lower limit is 20 and upper limit is 25. Therefore, class limit എന്ന് പറഞ്ഞാൽ it is the limit within which the values of the class lies. ഏത് ലിമിറ്റിനകത്താണോ ആ ക്ലാസ്സിനകത്തെ വാല്യൂസ് എക്സിസ്റ്റ് ചെയ്യുന്നത് ലൈ ചെയ്യുന്നത് ആ ലിമിറ്റിനെയാണ് എന്ന് വിളിക്കുന്നത് ക്ലാസ് ലിമിറ്റ് എന്ന് വിളിക്കുന്നത്. അതിനകത്ത് ലോവർ വാല്യൂ ലോവർ ലിമിറ്റ് നമ്മൾ എന്ന് വിളിക്കും. സോ ലോവസ്റ്റ് ലിമിറ്റ് നമ്മൾ എന്ന് വിളിക്കും ലോവർ ലിമിറ്റ് എന്ന് വിളിക്കും. ഹയസ്റ്റ് ലിമിറ്റ് നമ്മൾ അപ്പർ ലിമിറ്റ് എന്ന് വിളിക്കും. ദെൻ വാട്ട് ഈസ് ക്ലാസ് ഫ്രീക്വൻസി? പേര് കണക്ക് തന്നെ ദ ഫ്രീക്വൻസി ഓഫ് ഈച്ച് ക്ലാസ് ഇസ് കോൾഡ് ക്ലാസ് ഫ്രീക്വൻസി. ഓരോ ക്ലാസ്സിൻ്റെയും കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫ്രീക്വൻസി നമ്മൾ എന്ന് വിളിക്കുന്നത് ക്ലാസ് ഫ്രീക്വൻസി വിളിക്കുന്നത്. ഓരോ ക്ലാസ്സിൻ്റെയും എത്ര വാല്യൂസ് വീതം റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ ഓരോ ക്ലാസ്സിൻ്റെയും വാല്യൂസ് എത്ര തവണ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട് ആ റെപ്പറ്റീഷൻ ആണ് എന്ന് വിളിക്കുന്നത് ക്ലാസ് ഫ്രീക്വൻസി എന്ന് വിളിക്കുന്നത്.
ഈ ക്ലാസ്സിനെ സംബന്ധിച്ച് ഈ കണ്ടിന്യൂസ് സീരീസിനെ സംബന്ധിച്ച് 5, 10 എന്ന് പറയുന്ന ക്ലാസ്സിന്റെ ഫ്രീക്വൻസി എത്രയാണ്? ക്ലാസ് ഫ്രീക്വൻസി എത്രയാണ്? 1. The class frequency of the class 15, 20 is 2. What about the class frequency of the class 10, 15 is 1. So that is class frequency. Next is class interval. Class interval ne nammal class size ennum vilikkum. Class size of class interval is a difference between the upper limit and lower limit of a class. ഒരു ക്ലാസിൻ്റെ അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും തമ്മിലുള്ള ഡിഫറൻസ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ക്ലാസ് ഇൻ്റർവൽ അഥവാ ക്ലാസ് സൈസ് എന്ന് വിളിക്കുന്നത്. ഫോർ എക്സാമ്പിൾ 10, 15 എന്ന് പറഞ്ഞ ക്ലാസ്സിനെ സംബന്ധിച്ച് അവിടുത്തെ ക്ലാസ് സൈസ് ഈസ് ഈക്വൽ ടു അപ്പർ ലിമിറ്റ് 15 മൈനസ് ലോവർ ലിമിറ്റ് 10. Therefore the class size or class interval is 5. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഈ എല്ലാ ക്ലാസ്സുകളുടെയും നമുക്ക് തരുന്ന എല്ലാ കണ്ടിന്യൂസ് സീരീസിനകത്തും നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, നമുക്ക് തരുന്ന എല്ലാ കണ്ടിന്യൂസ് സീരീസിൻ്റെയും എല്ലാ ക്ലാസ്സുകളുടെയും സൈസ് അഥവാ ക്ലാസ് ഇൻ്റർവൽ എന്ന് പറയുന്നത് എന്തായിരിക്കും? സെയിം ആയിരിക്കും. ഈ കണ്ടിന്യൂസ് സീരീസിനെ സംബന്ധിച്ച് ഫസ്റ്റ് ക്ലാസ്സിൻ്റെ ക്ലാസ് സൈസ് 5 ആണ്. 5 മൈനസ് 0 ഇറ്റ് ഈസ് 5. സെക്കൻഡ് ക്ലാസ്സിൻ്റെ ക്ലാസ് ലിമിറ്റ് 10 മൈനസ് 5 ഇറ്റ് ഈസ് 5. തേർഡ് ക്ലാസ്സിൻ്റെ ക്ലാസ് ലിമിറ്റ് 5 ആണ്. ഫോർത്തിൻ്റെയും ഫിഫ്ത്തിൻ്റെയും ക്ലാസ് ലിമിറ്റ്സ് എന്താണ്? ക്ലാസ് ഇൻ്റർവൽസ് എന്താണ്? 5 ആണ്. സോ നമ്മൾക്ക് ഒരു കണ്ടിന്യൂസ് സീരീസ് തരികയാണ്. ആ കണ്ടിന്യൂസ് സീരീസിന് എപ്പോഴും ക്ലാസ് സൈസുകൾ ഒരു കണ്ടിന്യൂസ് സീരീസിനെ സംബന്ധിച്ച് ആ പെർട്ടിക്കുലർ സീരീസിൻ്റെ ക്ലാസ് സൈസ് എല്ലാ ക്ലാസ്സുകളുടെയും ക്ലാസ് സൈസ് എന്തായിരിക്കും? സെയിം ആയിരിക്കും. അങ്ങനെയെങ്കിൽ നമുക്ക് ഒരു കണ്ടിന്യൂസ് സീരീസ് തന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ആ ക്ലാസ്സിൻ്റെ ക്ലാസ് സീരീസ് നമുക്ക് കണ്ടുപിടിക്കാം. ക്ലാസ് സൈസ് നമുക്ക് കണ്ടുപിടിക്കാം. പ്രകാരം ഏതെങ്കിലും ഒരു ക്ലാസ് എടുത്തിട്ട് അവിടുത്തെ അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് ചെയ്താൽ മതി. മനസ്സിലായോ? ഇനി ഈ ക്ലാസ് ഇൻ്റർവെൽ അഥവാ ക്ലാസ് സൈസിൻ്റെ ബേസിസിൽ വി ക്യാൻ ക്ലാസിഫൈ ദിസ് കണ്ടിന്യൂസ് സീരീസ് ഇൻറ്റു 2. ക്ലാസ് സൈസ് നമുക്ക് തന്നിട്ടുള്ള ക്ലാസ് സൈസിനെ എപ്രകാരം റെപ്രസെൻ്റ് ക്ലാസ് സൈസിൻ്റെ ബേസിസിൽ ബേസിൽ നമുക്ക് ഈ കണ്ടിന്യൂസ് സീരീസിനെ 2 രീതിയിൽ നമുക്ക് റെപ്രസെൻ്റ് ചെയ്യാം. The first one is exclusive series and the second representation is inclusive series. Class interval എന്താണെന്ന് പറഞ്ഞു. So based on the class interval, the continuous series, a continuous series can be classified or represented in 2 different forms. They are exclusive series and inclusive series. നമുക്ക് ഈ തന്നിരിക്കുന്ന ഞാൻ എഴുതിയ എക്സാമ്പിളിനകത്തെ കണ്ടിന്യൂസ് സീരീസ് എക്സ്ക്ലൂസീവ് സീരീസ് ഫോർമാറ്റിലുള്ള ഒരു കണ്ടിന്യൂസ് സീരീസ് ആണ്. അതായത് ഈ ഫസ്റ്റ് ക്ലാസ്സിനാണ് 0 to 5. അടുത്ത അപ്പർ ലിമിറ്റ് 0, ലോവർ ലിമിറ്റ് 0, അപ്പർ ലിമിറ്റ് 5. നെക്സ്റ്റ് ക്ലാസ്സിലാണ് 5 to 10. ഏതാണോ തൊട്ട് മുകളിലത്തെ ക്ലാസ്സിന്റെ അപ്പർ ലിമിറ്റ് ദാറ്റ് ഈസ് സെയിം ആസ് ദ ലോവർ ലിമിറ്റ് ഓഫ് ദ നെക്സ്റ്റ് ക്ലാസ്. അങ്ങനെയെങ്കിൽ ആ തരത്തിലുള്ള റെപ്രസെൻറ്റേഷൻ നമ്മൾ എന്ന് വിളിക്കുന്നത് എക്സ്ക്ലൂസീവ് സീരീസ് റെപ്രസെൻറ്റേഷൻ എന്ന് വിളിക്കുന്നു. അപ്പോൾ ഈ തന്നിരിക്കുന്ന കണ്ടിന്യൂസ് സീരീസിനെ സംബന്ധിച്ച് ഈ ഓരോ ക്ലാസ്സുകളുടെയും പ്രത്യേകത എന്ന് വെച്ചാൽ തൊട്ട് മുകളിലെ ക്ലാസ്സിൻ്റെ അപ്പർ ലിമിറ്റാണ് നെക്സ്റ്റ് ക്ലാസ്സിൻ്റെ ലോവർ ലിമിറ്റ്. അപ്പോൾ ആ രീതിയിലാണ് നമ്മളൊരു ക്ലാസ്സിനെ അല്ലെങ്കിൽ ഒരു കണ്ടിന്യൂസ് സീരീസിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നതെങ്കിൽ ആ തരത്തിലുള്ള കണ്ടിന്യൂസ് സീരീസ് റെപ്രസെൻറ്റേഷൻ നമ്മൾ എന്ത് വിളിക്കും? എക്സ്ക്ലൂസീവ് സീരീസ് റെപ്രസെൻറ്റേഷൻ നമ്മൾ വിളിക്കും. അപ്പോൾ ഈ രീതിയിൽ നമ്മൾ സീരീസ് റെപ്രസെൻറ്റേഷൻ നടത്തുകയാണെങ്കിൽ വളരെ കൺഫ്യൂഷൻ ഈ ഡേറ്റയ്ക്ക് അതിപ്പോൾ 23 എന്ന് പറയുന്ന വാല്യൂവിന് പകരം വന്നിരിക്കുന്ന വാല്യൂ 5 ആണെന്നിരിക്കട്ടെ. അങ്ങനെയെങ്കിൽ ഈ 5 എന്ന് പറയുന്ന വാല്യൂ എനിക്ക് ഒരു പോസിബിലിറ്റി അനുസരിച്ച് എനിക്ക് ഇറ്റ് ക്യാൻ ബി ഇൻക്ലൂഡഡ് എയ്തർ ഇൻ ദ ക്ലാസ് 0-5 ഓർ ഇൻ ദ ക്ലാസ് 5-10. ഈ 2 ക്ലാസ്സിനകത്ത് എന്ത് വന്നിട്ടുണ്ട്? 5 എന്ന് പറയുന്ന വാല്യൂവിൻ്റെ പ്രസൻസ് വന്നിട്ടുണ്ട്. സോ ഈ 5 എന്ന് പറയുന്ന ഈ വാല്യൂവിനെ എനിക്ക് 0-5 എന്ന ക്ലാസ്സിൽ ഒന്ന് ഇൻക്ലൂഡ് ചെയ്യാം, അല്ലെങ്കിൽ അതിൻ്റെ ഫ്രീക്വൻസിയുടെ കൂട്ടത്തിൽ ഇൻക്ലൂഡ് ചെയ്യാം, അല്ലെങ്കിൽ 5-10 എന്ന് പറയുന്ന ക്ലാസ്സിൻ്റെ ഫ്രീക്വൻസിയുടെ കൂട്ടത്തിൽ എനിക്ക് എന്ത് ചെയ്യാം? ഇൻക്ലൂഡ് ചെയ്യാം, അല്ലേ? അപ്പോൾ അങ്ങനെ ഒരു കൺഫ്യൂഷൻ അവിടെ ഉണ്ടാകും. അപ്പോൾ ആ കൺഫ്യൂഷൻ അവോയ്ഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഏത് തരത്തിലുള്ള റെപ്രസെൻറ്റേഷൻ നോക്കുന്നത്? ഇൻക്ലൂസീവ് സീരീസ് റെപ്രസെൻറ്റേഷൻ നമ്മൾ എടുക്കുന്നത്. ഇപ്പോൾ എക്സ്ക്ലൂസീവ് സീരീസ് റെപ്രസെൻറ്റേഷനാണ് നമ്മൾ ചെയ്യുന്നത്. ഈ 5 എന്ന് പറയുന്നത് ഏതാണ് ലിമിറ്റ് വാല്യൂസ് നമ്മളുടെ ഡേറ്റയ്ക്കകത്ത് തന്നിട്ടുണ്ടെങ്കിൽ ഒന്നെങ്കിൽ നമ്മൾ എന്തെടുക്കുക? അതിനെ ഫസ്റ്റ് ക്ലാസ്സിൽ എടുക്കുക, അല്ലെങ്കിൽ അതിനെ സെക്കൻഡ് ക്ലാസ്സിൽ എടുക്കുക. അതായത്
5 എന്ന് പറയുന്ന വാല്യൂവിനെ ഇപ്പോൾ നമ്മൾ ഇപ്പോൾ 5 മാത്രമല്ല 15 ആൻഡ് 20 ഈ 3 വാല്യൂസ് ഉണ്ടെന്ന് ഇരിക്കട്ടെ. അപ്പോൾ ഈ 5 എന്ന് പറയുന്ന വാല്യൂവിനെ എനിക്ക് ഒന്നെങ്കിൽ 0-5 എന്ന ക്ലാസ്സിൽ എടുക്കാം, അല്ലെങ്കിൽ 5-10 എന്ന് പറഞ്ഞ ക്ലാസ്സിൽ എടുക്കാം. 5 എന്ന് പറയുന്ന വാല്യൂവിനെ 0-5 എന്ന ക്ലാസ്സാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നതെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് അവിടുത്തെ ഫ്രീക്വൻസി എത്ര ആകും? 1, 2, 3, 4 ആകും അല്ലേ? അഗെയിൻ 5-10 എന്ന് പറഞ്ഞ വാല്യൂ ക്ലാസ്സിനകത്ത് എത്ര വാല്യൂസ് വരുന്നുണ്ട്? ഒരു വാല്യൂ ഇല്ല. therefore that is frequency is 0. അഗെയിൻ 10-15 എന്ന് പറയുന്ന ക്ലാസ്സിനകത്ത് ഇവിടെ വരാൻ സാധ്യതയുള്ള വാല്യൂ 12 വരാം. മറ്റേതാണ് 15 ആണ്. 15 എന്ന് പറയുന്ന വാല്യൂ ഇറ്റ് ക്യാൻ ബി either included in the class 10, 15 or 15, 20. അപ്പോൾ ആ 15 എന്ന് പറയുന്ന വാല്യൂ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യേണ്ട ക്ലാസ് ഇപ്പോൾ ഈ ഒരു കണ്ടീഷൻ, ഈ ഒരു സർക്കംസ്റ്റാൻസ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യേണ്ട ക്ലാസ് ഇറ്റ് ഈസ് 10-15. കാരണം എന്താണ്? നമ്മൾ നേരത്തെ 5 എന്ന് പറയുന്ന വാല്യൂ ഇൻക്ലൂഡ് ചെയ്ത് ഏത് ക്ലാസ്സിലായിരുന്നു? 5 അപ്പർ ലിമിറ്റ് ആയിട്ട് വന്ന ക്ലാസ്സിലാണ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തത്. സോ 15 എന്ന് പറയുന്ന വാല്യൂ നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ അത് ഇൻക്ലൂഡ് ചെയ്യേണ്ടത് എവിടെ തന്നെയാണ്? 15 എന്ന് പറയുന്ന വാല്യൂ അപ്പർ ലിമിറ്റ് ആയിട്ട് വരുന്ന ക്ലാസ് ഏതാണോ അവിടെ നമ്മൾ എന്ത് ചെയ്യണം? ഇൻക്ലൂഡ് ചെയ്യണം. കാരണം എന്താ? നമ്മളൊരു പ്രോബ്ലം ചെയ്യുകയാണെങ്കിൽ അത് എപ്പോഴും എന്ത് ചെയ്യണം? ഒരേ ഫോർമാറ്റിൽ നമ്മൾ എന്ത് ചെയ്യണം? കണ്ടിന്യൂ ചെയ്യണം. അപ്പോൾ 5 എന്ന് പറയുന്ന വാല്യൂ ഞാൻ ഇൻക്ലൂഡ് ചെയ്ത് 5 അപ്പർ ലിമിറ്റ് ആയിട്ട് വരുന്ന ക്ലാസ്സിൽ, അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് 15 എന്ന് പറയുന്ന വാല്യൂ ഇൻക്ലൂഡ് ചെയ്യുന്നത് എവിടെ തന്നെയാണ്? 15 അപ്പർ ലിമിറ്റ് ആയിട്ട് വരുന്ന ക്ലാസ് ഏതാണ്? 10-15 നമ്മുടെ ക്ലാസ്. therefore the frequency of the class 10-15 is 2. Again what about 15-20? 15-20 എന്ന് പറയുന്ന ക്ലാസ്സിനകത്ത് ഇൻക്ലൂഡ് ചെയ്യുന്ന 1, 2 and the third values ഏതാണ്? 20 തന്നെ വാല്യൂ ഇവിടെ വരത്തുള്ളൂ, 15-20 വരത്തുള്ളൂ. കാരണം 20 എന്ന് പറയുന്നത് ഇവിടുത്തെ അപ്പർ ലിമിറ്റ് ആണ്, 15-20 അപ്പർ ലിമിറ്റ് ആണ്. therefore the values is frequency is 3. then what about the frequency of 20-25? 1, it is only 1. so what about the total frequency? 4 plus 2 6 plus 3 9 plus 1 10. സോ നമുക്ക് എന്ത് മനസ്സിലായി? എക്സ്ക്ലൂസീവ് സീരീസ് ആൻഡ് കണ്ടിന്യൂസ് സീരീസ് നമുക്ക് ഓൺ ദ ബേസ് ഓഫ് ക്ലാസ് ഇന്റർവെൽസ് ഇറ്റ് ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻ 2. എക്സ്ക്ലൂസീവ് സീരീസ് ആണ് ഇൻക്ലൂസീവ് സീരീസ്. എക്സ്ക്ലൂസീവ് സീരീസ് റെപ്രസെന്റേഷന്റെ പ്രത്യേകത എന്താണ്? ഒരു ക്ലാസിന്റെ അപ്പർ ലിമിറ്റ് ആയിരിക്കും തൊട്ടടുത്ത ക്ലാസിന്റെ ലോവർ ലിമിറ്റ് ആയിട്ട് നമ്മൾ എടുക്കുന്നത്. ഇനി ഇത് കൂടാതെ ആ എക്സ്ക്ലൂസീവ് സീരീസിനകത്ത് എപ്രകാരമാണ് നമ്മൾ ഡേറ്റ എൻട്രീസിന്റെ ഫ്രീക്വൻസി എഴുതുന്നതെന്ന് നമ്മൾ ഇപ്പോൾ പഠിച്ചു. ഇനി എന്താണ് ഇൻക്ലൂസീവ് സീരീസ്? ഇൻക്ലൂസീവ് സീരീസ് എന്താ? ഈ എക്സ്ക്ലൂസീവ് സീരീസിന്റെ കൺഫ്യൂഷൻ അവോയ്ഡ് ചെയ്തുകൊണ്ട് നമ്മൾ സീരീസ് റെപ്രസെന്റേഷൻ നടത്തുകയാണ് നമ്മൾ എന്ത് വിളിക്കും? ഇൻക്ലൂസീവ് സീരീസ് നമ്മൾ വിളിക്കും. ഫോർ എക്സാമ്പിൾ ഈ തന്നിരിക്കുന്ന സീരീസ് അല്ലാതെ നമുക്ക് എങ്ങനെ എഴുതാം? 0-5, 6-10, 11-15, 16-20 and 21-25. ഈ രീതിയിൽ നമുക്ക് എന്തെഴുതാം? ഈ തന്നിട്ടുള്ള സീരീസ് നമുക്ക് റെപ്രസെന്റ് ചെയ്യാം അല്ലേ? അങ്ങനെ റെപ്രസെന്റേഷൻ നടത്തുമ്പോൾ ഉള്ള പ്രത്യേകത എന്താ? ഈ റെപ്രസെന്റേഷനകത്ത് ഒരു ക്ലാസിന്റെ അപ്പർ ലിമിറ്റും തൊട്ടടുത്ത ക്ലാസിന്റെ ലോവർ ലിമിറ്റും തമ്മിൽ എന്താണ്? ഡിസ്റ്റിങ്ക്റ്റ് ആണ്. സോ അവിടെ ആ ഡിഫറൻസ് വരുന്നതുകൊണ്ട് ദിസ് ടൈപ്പ് ഓഫ് റെപ്രസെന്റേഷൻ ഇസ് കോൾഡ് ഇൻക്ലൂസീവ് സീരീസ് റെപ്രസെന്റേഷൻ എന്ന് വിളിക്കും. സോ ഇങ്ങനെയാണെങ്കിൽ നമുക്ക് എന്തില്ല? ഈ 5 എന്ന് പറയുന്ന കാര്യം നമുക്ക് ഓട്ടോമാറ്റിക് നമുക്ക് അറിയാം അത് ഏത് ക്ലാസ്സിൽ ഉൾപ്പെടുത്തുള്ളൂ? ഇറ്റ് ബിലോങ്സ് ടു ദ ഫസ്റ്റ് ക്ലാസ്. സോ അങ്ങനെ എങ്ങനെ ഇവിടുത്തെ ഫ്രീക്വൻസി എങ്ങനെ വരും? 0-5. 0-5 എത്ര ഫ്രീക്വൻസി വരും? 1, 2, 3, 4. Again 6-10. 6-10 there is no value, therefore 0. 11-15. 11-15 1, 2. 2 values. Again 16-20 1, 2, 3 values. Again 21-25 only 1 value. The total frequency is 10. So ഇത്തരത്തിലാണ് നമ്മൾ കണ്ടിന്യൂസ് സീരീസിനെ റെപ്രസെന്റ് ചെയ്യുന്നത്. ഇതിനകത്തുള്ള റെപ്രസെന്റേഷൻ എന്ന് വിളിക്കും. ദിസ് ടൈപ്പ് ഓഫ് റെപ്രസെന്റേഷൻ ഓഫ് കണ്ടിന്യൂസ് സീരീസ് ഈസ് കോൾഡ് ഇൻക്ലൂസീവ് സീരീസ് റെപ്രസെന്റേഷൻ. സോ നമ്മൾ എന്തൊക്കെ പഠിച്ചു? ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ എന്താണെന്ന് പറഞ്ഞു. ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ നമ്മൾ ഡിസ്ക്രീറ്റ് സീരീസും കണ്ടിന്യൂസ് സീരീസും ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ എക്സാമ്പിൾസ് ആണെന്നുണ്ടെങ്കിൽ ഫോംസ് ആണെന്ന് പറഞ്ഞു. കണ്ടിന്യൂസ് സീരീസിന്റെ ക്ലാസ് ലിമിറ്റ്സ്, ക്ലാസ് ഫ്രീക്വൻസി, ക്ലാസ് ഇന്റർവൽ എന്നതിനെ പറ്റി നമ്മൾ പറഞ്ഞു. ഇനി അടുത്ത എന്താണ്? ക്ലാസ് മിഡ് പോയിന്റ് ഓർ ക്ലാസ് മാർക്ക്. ക്ലാസ് മിഡ് പോയിന്റ് ഓർ ക്ലാസ് മാർക്ക് എന്ന് വേറൊന്നുമില്ല. ഇറ്റ് ഈസ് ദ ആവറേജ് ഓഫ് ദ ക്ലാസ് ലിമിറ്റ്സ്. ക്ലാസ് ലിമിറ്റുകളുടെ ആവറേജ് വാല്യൂ ആണെന്ന് വിളിക്കുന്നത്
ക്ലാസ് മിഡ് പോയിന്റ് ഓർ ക്ലാസ് മാർക്ക് എന്ന് വിളിക്കുന്നത്. അല്ലെങ്കിൽ വേറെ രീതിയിൽ പറഞ്ഞാൽ ഒരു ക്ലാസിന്റെ മിഡിൽ വാല്യൂ നമ്മൾ എന്ത് വിളിക്കുന്നത്? ക്ലാസ് മിഡ് പോയിന്റ് എന്ന് വിളിക്കുന്നത്. ക്ലാസ് മിഡ് പോയിന്റ് ഓർ ക്ലാസ് മാർക്ക് ഇസ് എ മിഡ് പോയിന്റ്, മിഡിൽ വാല്യൂ, മിഡിൽ പോയിന്റ് ഓഫ് ദ പെർട്ടിക്കുലർ ക്ലാസ്. ആ ക്ലാസ് മിഡ് പോയിന്റ് കണ്ടുപിടിക്കാമെന്ന് തന്നെ അതാണ് ആ ഡെഫിനേഷൻ. അത് രണ്ടാമത്തെ ഡെഫിനേഷൻ നമ്മൾ പറഞ്ഞത് എന്താണ്? ഇറ്റ് ഈസ് ദ ആവറേജ് വാല്യൂ ഓഫ് ദ ലിമിറ്റ്സ്, ക്ലാസ് ലിമിറ്റ്സ്, ക്ലാസ് ലിമിറ്റുകളുടെ ആവറേജ് വാല്യൂ. അതായത് വേറെ ഒന്നുമില്ല, ക്ലാസ് മിഡ് പോയിന്റ് ഇസ് ഈക്വൽ ടു അപ്പർ ലിമിറ്റ് പ്ലസ് ലോവർ ലിമിറ്റ് ബൈ 2. ഒരു ക്ലാസ് നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ ആ ക്ലാസ് മാർക്ക് അല്ലെങ്കിൽ ക്ലാസ് മിഡ് പോയിന്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ ആവറേജ്. ആവറേജ് എന്ന് പറഞ്ഞാൽ എന്താ? ടോട്ടൽ ബൈ നമ്പർ. ഇവിടെ ക്ലാസ് ലിമിറ്റ് എടുക്കുമ്പോഴത്തേക്കും 2 ക്ലാസ് ലിമിറ്റ്സേ ഉള്ളൂ. ആ ക്ലാസ് ലിമിറ്റുകളുടെ ആവറേജ് എന്ന് പറയുമ്പോഴത്തേക്ക് 2 ക്ലാസ് ലിമിറ്റ്സിനെ കൂട്ടി ഡിവൈഡ് ബൈ 2 ചെയ്യുക. therefore അപ്പർ ലിമിറ്റ് ഡിവൈഡ് ബൈ ലോവർ ലിമിറ്റ് അപ്പർ ലിമിറ്റ് പ്ലസ് ലോവർ ലിമിറ്റ് ഡിവൈഡ് ബൈ 2 ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും ഓരോ ക്ലാസിൻ്റെയും ക്ലാസ് മിഡ് പോയിന്റ് കിട്ടും. അപ്പോൾ ഈ ഒരു എക്സാമ്പിളിൻ്റെ കേസാണെങ്കിൽ 10-15 എന്ന് പറയുന്ന ക്ലാസിൻ്റെ ക്ലാസ് മാർക്ക് അഥവാ ക്ലാസ് മിഡ് പോയിന്റ് വേണമെങ്കിൽ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യണം? ക്ലാസ് മാർക്ക് ഓഫ് ദ ക്ലാസ് 11-15 ഈസ് 11 plus 15 by 2 or 15 plus 11. 11 plus 15, 15 plus 11 is same then. Therefore 15 plus 11 by 2, that is 26 by 2, which is equal to 13. So, ഒരു ക്ലാസിന്റെ ക്ലാസ് മിഡ് പോയിന്റ് or ക്ലാസ് മാർക്ക് ഈസ് ദ ആവറേജ് വാല്യൂ ഓഫ് ക്ലാസ് ലിമിറ്റ്. ക്ലാസ് ലിമിറ്റുകളുടെ ആവറേജ് വാല്യൂ എന്ന് വിളിക്കുന്നത് ക്ലാസ് മിഡ് പോയിന്റ് അഥവാ ക്ലാസ് മാർക്ക് എന്ന് വിളിക്കുന്നത്. നെക്സ്റ്റ് വൺ ഈസ് ക്യുമുലേറ്റീവ് സീരീസ്. ക്യുമുലേറ്റീവ് സീരീസ്. ക്യുമുലേറ്റീവ് സീരീസ് എന്ന് പറഞ്ഞാൽ വേറൊന്നുമില്ല, ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷനെ നമുക്ക് 2 രീതിയിൽ റെപ്രസെന്റ് ചെയ്യാനാണ് പറഞ്ഞത്. 2 ഫോർമാറ്റ് ഏതൊക്കെയായിരുന്നു? കണ്ടിന്യൂസ് സീരീസും ഡിസ്ക്രീറ്റ് സീരീസും. ആ കണ്ടിന്യൂസ് സീരീസിനെ നമ്മൾ ഒന്നും കൂടെ ഒന്ന് മോഡിഫൈ ചെയ്തിരുന്നു. അതിനാണ് ഒന്ന് വിളിക്കുന്നത് ക്യുമുലേറ്റീവ് സീരീസ് വിളിക്കുന്നത്. അതായത് ഈ ഓരോ ക്ലാസിൻ്റെയും ക്ലാസ് ഫ്രീക്വൻസിയുടെ ടോട്ടൽ എടുത്ത്, അതായത് അഗ്രിഗേറ്റ് എടുത്ത് എഴുതാണെന്ന് വിളിക്കുന്നത് ക്യുമുലേറ്റീവ് സീരീസ് എന്ന് വിളിക്കുന്നു. So, cumulative frequency or cumulative series can be defined as cumulative series is one where frequency against each class in a continuous series is progressively totaled up and aggregates are shown. കണ്ടിന്യൂസ് സീരീസിനെ ഒന്നും കൂടെ മോഡിഫൈ നമ്മൾ എഴുതുന്ന റെപ്രസെൻറ്റേഷൻ ആണ് ആക്ച്വലി ക്യുമുലേറ്റീവ് സീരീസ് എന്ന് പറയുന്നത്. അവിടെ എന്താ നമ്മൾ ചെയ്യുന്നത്? ഇറ്റ് ഈസ് വൺ വെയർ ദ ഫ്രീക്വൻസി അഗെയിൻസ്റ്റ് ഈച്ച് ക്ലാസ് ഇൻ എ കണ്ടിന്യൂസ് സീരീസ് ഈസ് പ്രോഗ്രസീവ്ലി ടോട്ടൽഡ് അപ്പ്. ക്യുമുലേറ്റീവ് മീൻസ് എന്താ? ടോട്ടൽ ചെയ്തു അല്ലേ? അപ്പോൾ ഓരോ ക്ലാസ്സിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫ്രീക്വൻസികളെ പ്രോഗ്രസീവ് ആയിട്ട് അഥവാ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ടോട്ടൽ ചെയ്യുകയും ആൻഡ് അഗ്രിഗേറ്റ്സ് ആർ ഷോർട്ട്. ആ ടോട്ടൽ ചെയ്ത് ആ സമ്മ് കാണിക്കുകയും ചെയ്യുന്ന രീതിയിലുള്ള ഡിസ്ട്രിബ്യൂഷൻ എന്ന് വിളിക്കുന്നത് ക്യുമുലേറ്റീവ് സീരീസ് എന്ന് നമ്മൾ വിളിക്കുന്നു. സീരീസ് മീൻസ് എന്താ? ടേബിൾ. സോ ക്യുമുലേറ്റീവ് ഡിസ്ട്രിബ്യൂഷൻ അഥവാ ക്യുമുലേറ്റീവ് സീരീസ് ഓർ ക്യുമുലേറ്റീവ് ടേബിൾ എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? It is a form of continuous series where the frequency against each class is progressively totaled up and aggregates are short. അപ്പോൾ ഒരു കണ്ടിന്യൂസ് സീരീസിൻ്റെ ഓരോ ക്ലാസ്സുകൾക്കും കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫ്രീക്വൻസീസിനെ എന്ത് ചെയ്യുന്നു? പ്രോഗ്രസീവ് ആയിട്ട് ഒന്നിനു പുറകെ ഒന്നായിട്ട് ടോട്ടൽ അപ്പ് ചെയ്യുകയും അതിൻ്റെ സം അഥവാ അഗ്രിഗേറ്റിനെ എഴുതുകയും ചെയ്താൽ ആ രീതിയിലുള്ള ഒരു ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷനെ കണ്ടിന്യൂസ് സീരീസ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് വിളിക്കുന്നത് നമ്മുടെ ക്യുമുലേറ്റീവ് സീരീസ് നമ്മൾ വിളിക്കുന്നത്. ആ ക്യുമുലേറ്റീവ് സീരീസ് 2 രീതിയിൽ നമുക്ക് റെപ്രസെന്റ് ചെയ്യാം. ഫസ്റ്റ് വൺ ഈസ് ലെസ് ദാൻ ക്യുമുലേറ്റീവ് സീരീസ് ആൻഡ് സെക്കൻഡ് വൺ ഈസ് മോർ ദാൻ ഓർ ഗ്രേറ്റർ ദാൻ ക്യുമുലേറ്റീവ് സീരീസ്. നമ്മൾ ഈ 2 ഫോർമാറ്റ് വരാൻ കാരണം നമുക്ക് ഫ്രീക്വൻസീസ് ടോട്ടൽ ചെയ്യുന്നത് 2 രീതിയിൽ ടോട്ടൽ ചെയ്യാം. ഫസ്റ്റ് വൺ ഈസ് ലെസ് ദാൻ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസീസും കാൽക്കുലേറ്റ് ചെയ്യാം, മോർ ദാൻ ഓർ ഗ്രേറ്റർ ദാൻ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസീസും കാൽക്കുലേറ്റ് ചെയ്യാം. സോ നമുക്ക് തന്നിട്ടുള്ള ഫ്രീക്വൻസീസ് ഉപയോഗിച്ച് നമ്മൾ ലെസ് ദാൻ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസീസ് ആണ് കാൽക്കുലേറ്റ് ചെയ്യുന്നതെങ്കിൽ ആ ലെസ് ദാൻ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസീസ് ഇൻക്ലൂഡ് ചെയ്യുന്ന ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ നമ്മൾ എന്ന് വിളിക്കും? ലെസ് ദാൻ ക്യുമുലേറ്റീവ് സീരീസ് എന്ന് വിളിക്കും. ആൻഡ്
നമുക്ക് തന്നിട്ടുള്ള ഫ്രീക്വൻസീസ് ഉപയോഗിച്ച് നമ്മൾ ഗ്രേറ്റർ ദാൻ ഓർ മോർ ദാൻ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസീസിനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. പിന്നെ ആ മോർ ദാൻ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസീസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള സീരീസ് ആണ് കൺസ്ട്രക്ട് ചെയ്യുന്നതെങ്കിൽ ആ തരത്തിലുള്ള സീരീസ് നമ്മൾ എന്ന് വിളിക്കും? മോർ ദാൻ ക്യുമുലേറ്റീവ് സീരീസ് എന്ന് നമ്മൾ വിളിക്കും. സോ നമ്മൾക്ക് തന്നിട്ടുള്ള ഫ്രീക്വൻസീസ് ഉപയോഗിച്ച് ഏത് തരത്തിലുള്ള ക്യുമുലേറ്റീവ് ഫ്രീക്വൻസീസിനെയാണോ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്, ഫ്രീക്വൻസീസ് എന്ത് ചെയ്യുന്നത്, ഫ്രീക്വൻസീസ് ആഡപ്പ് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി കിട്ടുന്നത്. പ്രോഗ്രസീവായിട്ട് ടോട്ടൽ ചെയ്ത് എഴുതുമ്പോഴാണ് എന്ത് കിട്ടുന്നത്? ക്യുമുലേറ്റീവ് ഫ്രീക്വൻസീസ് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് തന്നിട്ടുള്ള ഫ്രീക്വൻസീസ് ഉപയോഗിച്ച് നമ്മൾ ലെസ് ദാൻ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസീസ് ആണോ മോർ ദാൻ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസീസ് ആണോ കണ്ടുപിടിക്കുന്നത് എന്നുള്ളതിൻ്റെ ബേസിസിൽ, അല്ലെങ്കിൽ ഏത് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ആണോ നമ്മൾ ആ ഡിസ്ട്രിബ്യൂഷനകത്ത് അല്ലെങ്കിൽ സീരീസ് അത് ഇൻക്ലൂഡ് ചെയ്യുന്നുള്ള ബേസിസിൽ ക്യുമുലേറ്റീവ് സീരീസ് രണ്ടായിട്ട് തിരിക്കാം. ദേ ആർ ലെസ് ദാൻ ക്യുമുലേറ്റീവ് സീരീസ് ആൻഡ് മോർ ദാൻ ക്യുമുലേറ്റീവ് സീരീസ്. ഇനി എങ്ങനെ നമുക്ക് ഈ ഓരോ ഫ്രീക്വൻസീസിന് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാമെന്ന് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ വി ക്യാൻ കാൽക്കുലേറ്റ് ലെസ് ദാൻ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി. ലെസ് ദാൻ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി കാൽക്കുലേറ്റ് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള മെത്തേഡാണ് ഞാൻ പറയുന്നത്. ഒരു ടേബിള് അല്ലെങ്കിൽ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ തന്നു കഴിഞ്ഞാൽ ഫ്രീക്വൻസി നമുക്ക് തന്നാൽ മാത്രമേ എന്ത് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ? ലെസ് ദാൻ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ആണെങ്കിലും മോർ ദാൻ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ നമുക്ക് കുറച്ച് ഫ്രീക്വൻസികൾ തന്നിട്ടുണ്ടെങ്കിൽ ലെസ് ദാൻ CF അഥവാ ലെസ് ദാൻ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി നമുക്ക് എങ്ങനെ എളുപ്പത്തിൽ കാൽക്കുലേറ്റ് ചെയ്യാമെന്നുള്ളതാണ് ഞാൻ പറയാൻ പോകുന്നത്. സോ ലെസ് ദാൻ CF കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി ആദ്യം ചെയ്യേണ്ടത് ഫസ്റ്റ് ഫ്രീക്വൻസി അതേപടി എടുത്ത് എഴുതുക. ഹിയർ ഇറ്റ് ഈസ് 4. അതേപടി എടുത്ത് എഴുതി. ഇനി ചെയ്യേണ്ടത് ഈ അവസാനം എഴുതിയ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസിയും തൊട്ടടുത്ത ഫ്രീക്വൻസിയും കൂടെ എന്ത് ചെയ്യുക? സമ്മ് ചെയ്യുക. അതിൻ്റെ റിസൾട്ട് എഴുതുക. 4 + 0 ഈസ് അഗെയിൻ 4. അടുത്ത ലെസ് ദാൻ CF കണ്ടുപിടിക്കാൻ ഈ ലാസ്റ്റ് കിട്ടിയ ലെസ് ദാൻ CFും തൊട്ടടുത്ത ഫ്രീക്വൻസിയും കൂടെ എന്ത് ചെയ്യുക? ആഡ് ചെയ്യുക. ദ റിസൾട്ട് ഈസ് 4 + 2 ഈസ് 6. Again, അടുത്ത ലെസ് ദാൻ CF ആണ്. ഓരോ ഫ്രീക്വൻസിയും കറസ്പോണ്ടിങ് എന്തുണ്ട്? ലെസ് ദാൻ CF ഉണ്ട്, മോർ ദാൻ CF ഉണ്ട്. അപ്പോൾ ലെസ് ദാൻ CF ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ലാസ്റ്റ് ലെസ് ദാൻ CFനെ തൊട്ടടുത്ത ഫ്രീക്വൻസിയുമായിട്ട് എന്ത് ചെയ്യണം? സം ചെയ്തതിന് ശേഷം റിസൾട്ട് എഴുതുക. 6 + 3 ഈസ് 9. Again, next less than CF is 9 + 1 that is 10. 4 അങ്ങനെ കിട്ടി. 4 നമ്മൾ നേരിട്ട് റീപ്ലേസ് ചെയ്തെടുത്ത് എഴുതി. Again 4 + 0 is 4 + 0 is equal to 4. Again that 4 + 2 is equal to 6. Again 6 + 3 is equal to 9 and 9 + 1 is equal to 10. അപ്പോൾ ഈ ലെസ് ദാൻ CFന്റെ ആ ഒരു കോളം പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവും. ലെസ് ദാൻ CF ശരിക്കും എന്താ എഴുതിയിരിക്കുന്നത്? മുകളിൽ നിന്ന് താഴേക്ക് നമ്മളുടെ ഫ്രീക്വൻസികൾ എന്ത് ചെയ്തിരിക്കുന്നു? പ്രോഗ്രസീവായിട്ട് ടോട്ടൽ അപ്പ് ചെയ്തിരിക്കുന്നു. ആൻഡ് ദ അഗ്രിഗേറ്റ്സ് ആർ ഷോൺ അല്ലേ? അപ്പോൾ ഫസ്റ്റ് ഫ്രീക്വൻസി മുതൽ ലാസ്റ്റ് ഫ്രീക്വൻസി നമ്മൾ എന്ത് ചെയ്യുന്നു? ഫ്രീക്വൻസികളെ കൂട്ടി എഴുതി പ്രോഗ്രസീവായിട്ട് കൂട്ടി ടോട്ടൽ അപ്പ് ചെയ്ത് എഴുതി ആ കിട്ടി നമുക്ക് എന്താണ്? ലെസ് ദാൻ CF ആണ് കിട്ടുന്നത്. ആ ലെസ് ദാൻ CFന്റെ ലാസ്റ്റ് വാല്യൂ എപ്പോഴും ആ ലെസ് ദാൻ CFന്റെ കോളത്തിൽ അവസാനത്തെ വാല്യൂ എപ്പോഴും എന്തിനോട് ഈക്വൽ ആയിരിക്കും? ടോട്ടൽ ഫ്രീക്വൻസിയോട് ഈക്വൽ ആയിരിക്കും. ഇനി നമ്മൾ ഈ ക്ലാസ് ഇപ്പോൾ നമ്മൾ എന്താണ് ലെസ് ദാൻ CF എന്ന് പറഞ്ഞു. ഇനി എന്താണ് ലെസ് ദാൻ CF ലെസ് ദാൻ ഫ്രീക്വൻസി ലെസ് ദാൻ ക്യുമുലേറ്റീവ് സീരീസ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. ലെസ് ദാൻ ക്യുമുലേറ്റീവ് സീരീസ് എന്നോ ലെസ് ദാൻ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയാം. എന്താണ് സെയിം ഏതൊക്കെയാണ്? ലെസ് ദാൻ ക്യുമുലേറ്റീവ് സീരീസ് എന്ന് പറയാം, അല്ലെങ്കിൽ ലെസ് ദാൻ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ എന്ന് നമുക്ക് വിളിക്കാം. അപ്പോൾ ഡിസ്ട്രിബ്യൂഷൻ സീരീസും സെയിം മീനിങ് കൺവേ ചെയ്യുന്നതുകൊണ്ടാണ് അങ്ങനെ വിളിക്കുന്നത്. സോ ഈ എന്താണ് ഒരു ലെസ് ദാൻ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാലും നമുക്ക് തന്നിട്ടുള്ള ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷനകത്ത് ക്ലാസിന്റെ കോളവും ലെസ് ദാൻ CFന്റെ കോളവുമാണ് തന്നിരിക്കുന്നതെങ്കിൽ നമ്മൾക്ക് തന്നിട്ടുള്ള ഡിസ്ട്രിബ്യൂഷനകത്ത് ലെസ് ദാൻ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസിയുടെ കോളം ഉണ്ട് എങ്കിൽ, കോളത്തിന്റെ റെപ്രസെന്റേഷൻ ഉണ്ട് എങ്കിൽ നമുക്ക് എന്ത് പറയാം? ആ തന്നിട്ടുള്ള ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ എന്താണ്? ലെസ് ദാൻ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ആണെന്ന് നമുക്ക് പറയാം. സോ എന്താണ് ലെസ് ദാൻ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ അല്ലെങ്കിൽ ലെസ് ദാൻ ക്യുമുലേറ്റീവ് സീരീസ് എന്ന് പറഞ്ഞാൽ if our frequency distribution or if our series consists of a column head less than cumulative frequency, such type of frequency distributions are called less than cumulative series or less than cumulative frequency distribution. And it, at the same way,
if our frequency distribution consists of a column head more than cumulative frequency, then the corresponding frequency distribution can be called as more than or greater than cumulative frequency distribution or greater than cumulative series. So less than cumulative CF എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് പഠിച്ചു. ഇനി എന്ത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ നോക്കാം? മോർ ദാൻ CF or greater than CF. ഞാൻ ജസ്റ്റ് ആ ഡിഫറൻസ് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഈ കോളത്തിന് അറ്റാച്ച് ചെയ്ത് ഞങ്ങൾ വരയ്ക്കുകയാണ്. മോർ ദാൻ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി. ഇത് രണ്ടും കൂടെ ഒരുമിച്ച് കണ്ടുപിടിക്കേണ്ട ആവശ്യം വരത്തില്ല. ഞാൻ ജസ്റ്റ് നമ്മുടെ ഡിഫറൻസ് മനസ്സിലാക്കാൻ വേണ്ടി ഒരുമിച്ച് അങ്ങ് വരയ്ക്കുകയാണ്. അപ്പോൾ ലെസ് ദാൻ CFനകത്ത് എന്ത് മാത്രമേ വരത്തുള്ളൂ? ലെസ് ദാൻ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസീസിന്റെ കോളം മാത്രമേ വരത്തുള്ളൂ. വേറെ സെപ്പറേറ്റ് ആയിട്ടായിരിക്കും എന്ത് വരുന്നത്? മോർ ദാൻ CFന്റെ കോളം വരും. ജസ്റ്റ് ഞാൻ ആ ഡിഫറൻസ് ആ ഒരു ക്ലാരിഫിക്കേഷൻ ഒന്ന് വരാൻ വേണ്ടിയിട്ടാണ് എന്ത് വരുന്നത്? ആ സെയിം കോളത്തിനകത്ത് നിന്ന് അറ്റാച്ച് ചെയ്ത് വരയ്ക്കുന്നത്. സോ മോർ ദാൻ CF എങ്ങനെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം? ലെസ് ദാൻ CF എങ്ങനെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തത്? നമുക്ക് വന്നിട്ടുള്ള ഫസ്റ്റ് ഫ്രീക്വൻസിയെ എടുത്തെഴുതി എന്നിട്ട് എന്ത് ചെയ്തു? തൊട്ടടുത്തടുത്ത ഫ്രീക്വൻസി ആയിട്ട് മുകളിൽ നിന്നും താഴേക്ക് നമ്മൾ എന്ത് ചെയ്തു? ആഡ് ചെയ്തു. ഫസ്റ്റ് ഫ്രീക്വൻസി മുതൽ ലാസ്റ്റ് ഫ്രീക്വൻസി നമ്മൾ എന്ത് ചെയ്തു? ആഡ് ചെയ്ത് കൊണ്ടുവന്നു. മോർ ദാൻ CF ചെയ്യുന്നത് ഇതിൻ്റെ ഓർഡർ നേരെ എന്ത് ചെയ്യുക? റിവേഴ്സ് ചെയ്താൽ മാത്രമേ അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? മോർ ദാൻ CF ഗ്രേറ്റർ ദാൻ CF നമുക്ക് കിട്ടും. ദാറ്റ് ഈസ് ഇവിടെ നമ്മൾ റീപ്ലേസ് ചെയ്ത് അല്ലെങ്കിൽ എടുത്തെഴുതി ഏത് ഫ്രീക്വൻസി ആയിരുന്നു? ഫസ്റ്റ് ഫ്രീക്വൻസി ആയിരുന്നു അല്ലെ? ലെസ് ദാൻ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ഉണ്ടെങ്കിൽ നമ്മൾ എടുത്തെഴുതിയത് ഫസ്റ്റ് ഫ്രീക്വൻസി ആയിരുന്നുവെങ്കിൽ മോർ ദാൻ CF ഉണ്ടെങ്കിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാനാണ് നമ്മൾ എടുത്തിടും ദ ലാസ്റ്റ് ഫ്രീക്വൻസി. ദാറ്റ് ഈസ് ഹിയർ ദ ലാസ്റ്റ് ഫ്രീക്വൻസി ഈസ് 1. എന്നിട്ട് എന്ത് ചെയ്യുക? താഴെ നിന്ന് മുകളിലേക്ക് എന്ത് ചെയ്യുക? ഫ്രീക്വൻസികളെ സം ചെയ്ത് പോവുക. Therefore 1 plus 3 that is 4. 1 plus 3. ഈ അവസാനം കിട്ടിയ മോർ ദാൻ CFും തൊട്ട് മുകളിലുള്ള ഫ്രീക്വൻസിയുടെ കൂട്ടുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? അപ്പോഴത്തെ ആ ഫ്രീക്വൻസി കറസ്പോണ്ടിങ് ആയിട്ടുള്ള മോർ ദാൻ CF കിട്ടും. ഇനി ആ അവസാനം കിട്ടിയ മോർ ദാൻ CF എത്രയാണ്? 4 പ്ലസ് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫ്രീക്വൻസി എത്ര? 2. Therefore 4 plus 2 അവിടുത്തെ മോർ ദാൻ CF എത്ര കിട്ടും? 6. ഇനി ഈ 2ന് നേരെ എഴുതുന്നത് 6 is equal to 4 plus 2. ഇനി 0ക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള മോർ ദാൻ CF എങ്ങനെ കണ്ടുപിടിക്കാം? ലാസ്റ്റ് കിട്ടിയ മോർ ദാൻ CF that is 6 പ്ലസ് അവിടുത്തെ ഫ്രീക്വൻസി എത്രയാണ്? 0 which is equal to 6 plus 0 is 6. Again 4ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള മോർ ദാൻ CF എങ്ങനെ കണ്ടുപിടിക്കാം? ലാസ്റ്റ് കിട്ടിയ മോർ ദാൻ CF 6 plus 4 that is 10. So ലെസ് ദാൻ CF കാൽക്കുലേറ്റ് എന്ത് ചെയ്യണം? ഫസ്റ്റ് ഫ്രീക്വൻസി റീപ്ലേസ് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യണം? ഓരോ ലെസ് ദാൻ CFനെയും തൊട്ടടുത്തടുത്തുള്ള ഫ്രീക്വൻസി ആയിട്ട് എന്ത് ചെയ്യുക? ആഡ് ചെയ്ത് എഴുതുക. അവസാനം കിട്ടുന്ന ഫ്രീക്വൻസി എന്തായിരിക്കും? ടോട്ടൽ ഫ്രീക്വൻസിയോട് അവസാനം കിട്ടുന്ന ലെസ് ദാൻ ഫ്രീക്വൻസി എന്തായിരിക്കും? ടോട്ടൽ ഫ്രീക്വൻസിയോട് ഈക്വൽ ആയിരിക്കും. എഗെയിൻ മോർ ദാൻ CF കിട്ടുന്നത് എന്ത് ചെയ്യണം? ലാസ്റ്റ് ഫ്രീക്വൻസി അവിടെ മോർ ദാൻ CF കാൽക്കുലേറ്റ് റിവേഴ്സ് ഓർഡർ താഴെ നിന്ന് മുകളിലേക്കാണ് എന്ത് ചെയ്യുന്നത്? ഫ്രീക്വൻസിയെ പ്രോഗ്രസീവായിട്ട് ടോട്ടൽ അപ്പ് ചെയ്യുന്നത്. സോ ലാസ്റ്റ് ഫ്രീക്വൻസി എടുത്തെഴുതിയതിന് ശേഷം എന്ത് ചെയ്യുക? പ്രോഗ്രസീവായിട്ട് ആഡ് ചെയ്ത് സമ്മപ്പ് ചെയ്ത് മുകളിലേക്ക് പോവുക. അപ്പോൾ അവിടെ നമുക്ക് ഏറ്റവും ആദ്യത്തെ മോർ ദാൻ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ആയിരിക്കും എന്താ? ടോട്ടൽ ഫ്രീക്വൻസിയോട് ഈക്വൽ ആയിട്ട് ഉള്ളത്. സോ നമ്മൾ പഠിച്ചത് 6 ഡെഫിനേഷൻസ് ആയിരുന്നു. ഇതൊക്കെയാണ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ, ക്ലാസ് ലിമിറ്റ്, ക്ലാസ് ഫ്രീക്വൻസി, ക്ലാസ് ഇൻ്റർവൽ ഓർ ക്ലാസ് സൈസ്, ക്ലാസ് മിഡ് പോയിന്റ് ഓർ ക്ലാസ് മാർക്ക്, ആൻഡ് ക്യുമുലേറ്റീവ് സീരീസ്. ദേ ആർ ഓഫ് 2 types, ലെസ് ദാൻ ക്യുമുലേറ്റീവ് സീരീസ് ആൻഡ് ഗ്രേറ്റർ ദാൻ ക്യുമുലേറ്റീവ് സീരീസ്. സോ ഇന്ന് ഈ പഠിച്ച ഈ ഇത്രയും ഡെഫിനേഷൻസിൻ്റെ ലെക്ചർ നോട്ട്സ് വിത്ത് എക്സാമ്പിൾസ് എന്ത് ചെയ്യുക? എനിക്ക് ഹോം അസൈൻമെൻ്റ് ആയിട്ട് എനിക്ക് എഴുതി പോസ്റ്റ് ചെയ്യുക. സോ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേസ് സെഷൻ. താങ്ക് യു.